ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മഞ്ചാടി ഇങ്ങനെ ജീവരാജിനോട് സംസാരിക്കുകയാണ്. എന്തായാലും എൻ്റെ അച്ഛനോട് കാര്യങ്ങൾ തുറന്ന് പറയണം, എങ്കിലാണ് ശരിയാവുള്ളൂ. എന്തായാലും അനുചേച്ചിയുടെ ഈ രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ എൻ്റെ നേർക്കായിരിക്കും നോട്ടം എന്നൊക്കെ പറയുമ്പോൾ, അപ്പോൾ എന്തായാലും നീ ഇപ്പോൾ ഇനി എന്താ ഉദ്ദേശിക്കുന്നത്? എൻ്റെ ഇഷ്ടം എൻ്റെ അച്ഛനോട് തുറന്ന് പറയണം, എങ്കിൽ ഞാൻ എൻ്റെ ശരീരമൊക്കെ നേരാക്കിയിട്ട് മതിയല്ലേ. എല്ലാതെയും കണ്ട് ഇനി തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ആ ഗോകുലിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ ആ അടിയുടെ വേദന തന്നെ മാറിയിട്ടില്ല എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഈ സമയം മഞ്ചാടി പറയുന്നുണ്ട്, എൻ്റെ ഇഷ്ടമാണ് എനിക്ക് പ്രാധാന്യം, അതാണ് എനിക്ക് വലുത്. പക്ഷേ അച്ഛൻ ഇപ്പോഴൊന്നും മിണ്ടുന്നില്ല. അച്ഛൻ മൗനമാണ് ഇവിടെ പ്രയോഗിക്കുന്നത്. മൗനമാവുമ്പോൾ പേടിക്കേണ്ടതുണ്ട്, എന്നാൽ രണ്ടടി കിട്ടുകയാണെങ്കിൽ പേടിക്കേണ്ടതില്ല. മൗനത്തിൽ പലതും സംഭവിക്കും. ഒരുപക്ഷെ അച്ഛൻ്റേതായ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ എനിക്കത് താങ്ങാൻ പറ്റാത്തൊരു തീരുമാനമാവും, അതും പേടിയുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ജീവരാജ് പറയണം, ഞാനൊരു കാര്യം പറയാം, നീ ഒരു പണി ചെയ്തോ. എന്തെന്ന് വെച്ചാൽ നീ എന്നുമായുള്ള ആ കണക്ഷൻ അങ്ങ് വിട്ടേക്ക്. എന്നിട്ട് നീ പഴയതുപോലെ നിൻ്റെ അച്ഛൻ ആഗ്രഹിച്ചത് എന്താ? പഠിപ്പ്. അതാണ് ഏറ്റവും വലുത്. പഠിച്ച് ഉയർന്ന സ്ഥാനത്തെത്തണം, വലിയ ജോലി നേടണം, അതാണ് നിൻ്റെ അച്ഛൻ ആഗ്രഹിച്ചത്. പക്ഷെ അതിനിടയ്ക്ക് നീ എന്നുമായി ഒരു കണക്ഷൻ ഉണ്ടായപ്പോൾ നിൻ്റെ അച്ഛൻ എന്ത് കരുതി? ഗോകുലുമായി ഒരു വിവാഹമാവാമെന്ന്. എന്നാ ആ തോന്നലുണ്ടായത് അങ്ങനെയല്ലേ? അപ്പം നീയും ഞാനുമായുള്ള ആ ബന്ധം വേണ്ടെന്ന് വെച്ചാൽ മതി, അതോടുകൂടി ഈ പ്രശ്നത്തിനൊരു പരിഹാരമാവും എന്നൊക്കെ ഇങ്ങനെ ജീവരാജ് പറയാൻ കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ മഞ്ചാടി പറയണേ, അതൊന്നും വേണ്ട, ഞാൻ നിൻ്റെ നല്ലതിനാണ് പറയുന്നത്. ഇപ്പോൾ നിന്നെ എപ്പോഴും എല്ലാവരും നോട്ടപ്പുള്ളിയാക്കി ഇട്ടിരിക്കുന്നത് നീ എൻ്റെ പിറകെ നടക്കുന്നത് കൊണ്ടും ഞാനും നീയുമായി ഒരു സുഹൃത്ത് ബന്ധമല്ല എന്നവർക്ക് തോന്നുന്നത് കൊണ്ടുമാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മഞ്ചാടി പറയണേ, ഇല്ല, അച്ഛൻ്റെ തീരുമാനം എന്താണെന്ന് അറിയട്ടെ. നീയും ഞാനുമായുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഇല്ലെന്ന് ഞാൻ വെക്കില്ല. പഠിപ്പിലോട്ട് ഇനി ശ്രദ്ധ പുലർത്താൻ തന്നെയാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ നീയും ഞാനുമായുള്ള ആ ഫ്രണ്ട്ഷിപ്പ് വേണ്ടെന്ന് ഞാൻ വെക്കില്ല. നീ എനിക്ക് വേണമെന്ന് പറയണം കേട്ടോ. അപ്പോൾ ഈ സമയം മഞ്ചടിയോട് പറയുന്നുണ്ട്, എന്നാൽ നിൻ്റെ ഇഷ്ടം പോലെ ആവട്ടെ. പിന്നെ നിൻ്റെ മനസ്സിൻ്റെ ടെൻഷനൊക്കെ കുറഞ്ഞു. തീർച്ചയായും ജീവരാജ് നിന്നോട് സംസാരിക്കുമ്പോൾ എൻ്റെ മനസ്സിൻ്റെ ആ ഒരു ടെൻഷനൊക്കെ ഒരുപാട് കുറഞ്ഞിരിക്കുന്നു എന്ന് പറയാൻ കേട്ടോ. പിന്നീട് കാണിക്കുന്നത് വിജയനെയാണ് കേട്ടോ. വിജയനും അതുപോലെ രഘുവും അനുപമയും ചീരുവൊക്കെയാണ്. അവർ രജിസ്ട്രേഷൻ ഓഫീസിലോട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് മാഷിനെ. ഒരുപാട് നേരം കാത്തു നിന്നിട്ടും വരുന്നില്ല. അപ്പോൾ രഘു പറയുന്നുണ്ട്, ദയയുടെയും അമ്പിളിയുടെയൊക്കെ ഫോണിലോട്ട് വിളിച്ചിട്ട് അവരാരും ഫോൺ എടുക്കുന്നില്ല. ദയയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് കാണിക്കുന്നത്, എന്നാൽ അമ്പിളിയാണെങ്കിൽ ഫോൺ എടുക്കുന്നില്ല. അപ്പോൾ അനുപമ പറയാണ്, അതിനെ രഘുവേട്ടാ, അമ്പിളി ചേച്ചിക്ക് ഫോൺ ഉണ്ടായിട്ട് എന്താ കാര്യം? ബാഗിൽ അങ്ങ് ഇട്ടോളും, അങ്ങനെ കൊണ്ട് നടക്കുന്ന ഒരാളല്ലേ അമ്പിളി ചേച്ചി, അതുകൊണ്ട് ഫോൺ എടുക്കത്തില്ല. അപ്പോൾ അത് കേട്ട് ചീരു പറയുന്നത് ശരിയാണ്, എന്നാൽ അവരെന്തായിരിക്കും വൈകുന്നുണ്ടാവുക എന്നിങ്ങനെ രഘു പറയുന്നുണ്ട്. അപ്പോഴാണ് അതിനുള്ളിൽ നിന്നും ഒരു സ്റ്റാഫ് ഇറങ്ങി വന്നിട്ട്, അതെ ഇനി അടുത്തത് അനന്തമാഷിൻ്റെ രജിസ്ട്രേഷനാണ്, അനന്തമാഷ് എത്തിയിട്ടുണ്ടോ, പണമൊക്കെ റെഡി ആയിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഉടൻ തന്നെ അതെ, ഈ അനന്തമാഷ് ഇതുവരെ എത്തിയിട്ടില്ല, ബാങ്കിൽ നിന്ന് പണം എടുത്ത് വരികയാണെന്നാണ് പറഞ്ഞു കേട്ടത്. എന്തായാലും 10 മിനിറ്റ് അത്രേ ഉണ്ടാവുള്ളൂ, അടുത്ത രജിസ്ട്രേഷൻ നടക്കാനുള്ളതാണ്. അപ്പോൾ അത് കേൾക്കുന്ന രഘു പറയണേ, എന്നാൽ നിങ്ങൾക്കൊരു ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? ആളെ കാണുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ശേഷം ആരാണ് രജിസ്റ്റർ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അവരെ ആദ്യം ചെയ്തോളൂ, അപ്പോഴേക്കും മാഷ് എത്തിയിരിക്കും എന്നിങ്ങനെ പറയാനേട്ടാ. അപ്പോൾ അത് കേൾക്കുന്ന അയാൾ പറയണേ, ശരി അങ്ങനെ ചെയ്യാൻ പറ്റും, പക്ഷെ അത് കൂടിപ്പോയാൽ 12 മണി വരെ, അതിന് മുകളിലോട്ട് എനിക്ക് പോകാൻ കഴിയില്ല എന്നിങ്ങനെ അയാളും പറയുന്നു കേട്ടോ. അപ്പോൾ ഇപ്പുറത്താണെങ്കിൽ വിജയനോട് ചോദിക്കുന്നുണ്ട്, എന്തായി പണത്തിൻ്റെ കാര്യം? എൻ്റെ ഭാര്യയും മക്കളും അവിടെ ഇരിക്കുന്നുണ്ട്, അത് വീടിൻ്റെ ഓണറാണ് കേട്ടോ. അപ്പോൾ ചെക്കായിട്ട് 25 ലക്ഷം രൂപ, അല്ല പണമായിട്ട് 25 ലക്ഷം രൂപ, ബാക്കി ചെക്കായിട്ടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ വെച്ച് പണം കൈമാറുന്നതൊക്കെ ഭയങ്കര റിസ്ക് ആണെന്ന് അറിയാലോ. കണക്കിൽ അധികമുള്ള പണമൊന്നും രജിസ്റ്റർ ഓഫീസിൽ വെച്ച് കൈമാറാൻ പാടില്ലെന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ എന്നിങ്ങനെ വിജയൻ പറയുന്നുണ്ട് കേട്ടോ. പിന്നീടാണെങ്കിൽ സുശീലയാണ് കാണിക്കുന്നത്. സുശീലയും ഹർഷയും വലിയ നിധി കിട്ടിയതുപോലെ ഗേറ്റ് തുറന്നു വരികയാണ്. ആൻറ്റി ഇവിടെ ആരുമില്ല, ഭാഗ്യം, രക്ഷപ്പെട്ടു എന്നിങ്ങനെ സുശീലയുടെ വീട്ടുമുറ്റത്ത് കയറുന്ന ഹർഷ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ സുശീല പറയണം, രക്ഷപ്പെട്ടു, ഇന്ദ്രനും ഇല്ല, രക്ഷപ്പെട്ടു, കയറിപ്പോവാൻ നമുക്ക് അകത്തോട്ട് എന്ന് പറഞ്ഞ് അവർ കയറുകയാണ്. നീ വാതിലടക്ക ഹർഷയെ, നീ വാതിലടക്കാതിരിക്കല്ലേ, ജനലടക്ക ഹർഷയെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹർഷ പറയുന്നുണ്ട്, ആൻറ്റി ഞാൻ അടച്ചിട്ടുണ്ട്, എന്തായാലും ആ മുരുകൻ ആൾ കൊള്ളാം, അവൻ പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് എന്നിങ്ങനെ ഹർഷ പറയുമ്പോൾ സുശീലയും പറയാണ്, കുഞ്ഞമ്മയുടെ മകനാണ് അവൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്യുന്നുണ്ട്. എന്തായാലും നമുക്ക് ഇന്ന് നല്ല കൊയ്ത്താണ്, കാരണം ആ മാഷിൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങ് അവതാളത്തിലാവൂലേ. നമ്മുടെ കയ്യിലാണെങ്കിൽ 25 ലക്ഷത്തിനേക്കാൾ കൂടുതൽ പണം ഉണ്ടാവും ഇതിൽ. സത്യത്തിൽ ഇത് എത്ര പണമായിരിക്കും? എൻ്റെ ആൻറ്റി, എൻ്റെ ക്ഷമ ഇങ്ങനെ തകർന്നും കൊണ്ടിരിക്കുകയാണ്. ആൻറ്റി അതൊന്ന് തുറന്നു നോക്കി, ആ ബാഗിൽ എത്ര പണം ഉണ്ടെന്ന് അറിയണം. നീ വാ ഹർഷ, ഇന്ദ്രൻ്റെ റൂമിൽ
റൂമിൽ വെച്ച് തുറക്കുക. അതാകുമ്പോൾ പെട്ടെന്ന് ആരും ശ്രദ്ധയിൽപ്പെടില്ല. നീ ആ ജനലൊക്കെ ഒന്ന് ചാരിയേ, ആരെങ്കിലും വരുന്നുണ്ടെന്ന് നോക്കിയേ. നോക്കിയേ ആൻറ്റി, ആരും വരുന്നില്ല. ആൻറ്റി ഇനിയും എൻ്റെ ക്ഷമ പരീക്ഷിക്കലേ, ആൻറ്റി അത് തുറക്കേ എന്നും പറഞ്ഞ് ബാഗ് തുറക്കട്ടോ. ബാഗ് തുറക്കുമ്പോൾ അതിൽ കിട്ടുന്നത് പുസ്തകങ്ങളായിരിക്കും, അനന്തമാഷിൻ്റെ പുസ്തകങ്ങൾ. ഒരു ബാഗ് ഷിബ് തുറക്കുമ്പോൾ അതിൽ നിന്നും ബോട്ടിലായിരിക്കും. ഇങ്ങരുടെ ഒരു ബോട്ടിൽ എന്നൊക്കെ പറഞ്ഞ് ഹർഷ വലിച്ചെറിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർ ഒരുപാട് പ്രതീക്ഷകളോട് കൂടിയിട്ടാണ് ഈ ബാഗ് തുറക്കുന്നത്. ഓരോ ബാഗിൻ്റെ ഷിബ് തുറക്കുമ്പോഴും അതിലൊന്നുമില്ലെന്ന് കാണുമ്പോൾ ഇവരുടെയും രണ്ടാളുടെയും സ്വഭാവം അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ എന്താ ഇതിൽ വെച്ചിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്തായാലും 25 ലക്ഷത്തിന് മുകളിലുണ്ട് എന്നൊക്കെ അങ്ങനെ വലിയ വലിയ വാഗ്ദാനങ്ങൾ പറഞ്ഞാണ് തുറക്കുന്നത്. അപ്പോൾ ഉടൻ തന്നെ സുശീല പറയുന്നുണ്ട്, എന്തായാലും മുരുകന് 1 ലക്ഷം കൂടി കൂട്ടിക്കൊടുക്കുക. അത് കേൾക്കുന്ന ഹർഷ പറയണേ, എന്തിനാ ആൻറ്റി 1 ലക്ഷം കൂട്ടാൻ നിൽക്കുന്നത്, നമുക്കൊരു 3 ലക്ഷം കൂട്ടിയാലോ, ഒരു 5 ലക്ഷം കൊടുക്കാം, അതാണ് നല്ലത്. അവൻ നല്ല പയ്യനാണ്, കാരണം അവനെ ഇനിയും ആവശ്യങ്ങൾ നമുക്ക് വരും. അവൻ്റെ കൂട്ടാളികളും, പ്രത്യേകിച്ച് അവൻ പറഞ്ഞത് കേട്ടോ, ഈ ബാഗ് ഒരാൾ കണ്ടില്ലെന്ന്, അനന്തമാഷിൻ്റെ കൈകളിൽ നിന്ന് അടിച്ചത് മുതൽ പിന്നീട് ആരും അവനെ കണ്ടില്ലെന്ന് പറയുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പണം 5 ലക്ഷം അവന് കൊടുത്താൽ യാതൊരു തെറ്റുമില്ല, ബാക്കി പണം നമ്മുടെ കയ്യിൽ വെച്ചാൽ പോരെ. അത് മതി എന്ന് സുശീലയും പറയുന്നു കേട്ടോ. അങ്ങനെ ഇവർ രണ്ടുപേരും ഭയങ്കര ഉഷാറോടുകൂടി, ഭയങ്കര സന്തോഷത്തോടു കൂടി ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പറഞ്ഞാണ് ഷിബ് തുറക്കുന്നത്. അപ്പോഴൊക്കെ ഓരോന്ന് പറയുമ്പോഴും ഈ ഒരു ഇതിൽ നിന്ന് ഓരോ പുസ്തകങ്ങൾ, ബോട്ടിൽ അങ്ങനെയൊക്കെ കിട്ടുമ്പോൾ അവർക്ക് ദേഷ്യം പിടിക്കുകയാണ്. അങ്ങനെ എല്ലാം ഷിബും തുറന്ന് സുശീല പറയണേ, അയ്യോ ഈ ബാഗിലൊന്നും തന്നെ കാണാനില്ല. അത് കേൾക്കുന്ന ഹർഷക്ക് അങ്ങ് ദേഷ്യം പിടിക്കണം. എന്താ ആൻറ്റി ഈ പറയുന്നത്, ഇങ്ങനെ എന്താ ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്, ഇയാളുടെ ഒരു പുസ്തകം, ഇയാളുടെ ഒരു ബോട്ടിൽ എന്നൊക്കെ പറഞ്ഞ് ബാഗ് മൊത്തത്തിൽ കുടഞ്ഞു നോക്കുമ്പോൾ അതിലൊന്നുമില്ല. അത് കണ്ട ഉടൻ തന്നെ സുശീല പറയണേ, ഹർഷേ നമുക്ക് എന്തോ ചതി പറ്റിയിരിക്കുന്നു. അത് കേൾക്കുന്ന ഹർഷ പറയണ, എന്ത് ചതിയാണ് ഒരുപക്ഷെ ചതി പറ്റിയത് എന്ന് പറയുമ്പോഴേക്കും ഇനി ആ മുരുകൻ നമ്മളെ ചതിച്ചിട്ടുണ്ടാവുമോ? അത് കേട്ടോടെ തന്നെ സുശീല പറയണത്, തീർച്ചയായും ചതിച്ചിട്ടുണ്ടാവും, അത് തന്നെയാണ് സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ സംസാരം തുടരാനായിട്ടാ. അങ്ങനെ വിട്ടാൽ ശരിയാവില്ല, നീ ആ മുരുകനെ വിളിച്ച് ഇപ്പം തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. അവൻ എന്താ നമ്മളോട് പറഞ്ഞത്, അനന്തമാഷിൻ്റെ കയ്യിൽ നിന്നും ആ ബാഗ് തട്ടിയത് മുതൽ അവൻ ആരെയും കണ്ടിട്ടില്ലെന്ന്, അപ്പോൾ അവൻ നമ്മളെ കബളിപ്പിച്ചിട്ടുണ്ട്, അവൻ ആ പണം എടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് സുശീല ദേഷ്യം പിടിച്ചിട്ട് ഹർഷയോട് വിളിക്കാൻ പറയാം. അങ്ങനെ ഹർഷ ഫോൺ വിളിക്കാനായിട്ടോ. എന്നാൽ ഇവന്മാരാണെങ്കിലോ പണത്തിന് വേണ്ടി ഇങ്ങനെ കാത്തു നിൽക്കുക, ഒരു ചായക്കെ കുടിച്ചിട്ട് ഇവരിങ്ങനെ കാത്തു നിൽക്കുമ്പോഴാണ് അവരുടെ ഫോൺ വരുന്നത്. അപ്പോൾ ഉടൻ തന്നെ മുരുകനോട് മുരുകൻ്റെ സുഹൃത്തുക്കൾ ചോദിക്കുന്നുണ്ട്, ആരാണ്, അതാ മേഡമാ. അങ്ങനെ ഫോൺ അവർ സംസാരിക്കുകയാണ്. അപ്പോൾ ഹർഷ പറയണേ, മുരുക നീ ഞങ്ങളെ പറ്റിച്ചോ, എന്താ ഈ പറയുന്നത്, ആ ബാഗിൽ ഒന്നും തന്നെ ഇല്ല, അതിൽ 1 രൂപ പോലും ഇല്ല. അതെ ആൻറ്റി, എൻ്റെ ആൻറ്റി നിങ്ങൾ എന്നെ കളിപ്പിക്കാൻ നിൽക്കണ്ട, മാഡം എന്നോട് വേണ്ട ഈ ചതി. അപ്പോൾ ഇത് കേട്ട ഉടൻ തന്നെ സുശീല പറയണേ, എടാ മുരുക എന്നോട് നീ കളിക്കാൻ നിൽക്കണ്ട, മര്യാദക്ക് നീ സത്യം തുറന്നു പറഞ്ഞോ, നീ ആ പണം എടുത്തതല്ലടാ, ആനന്ദമാഷിൻ്റെ കൈകളിൽ നിന്ന് തട്ടിയെടുത്തതിന് ശേഷം നിന്റെ കൈകളിലാണ് ആ പണം ഉണ്ടായത്. അത് കേൾക്കുന്ന മുരുകൻ പറയണേ, ഞാൻ അതിൻ്റെ ഷിപ്പ് പോലും തുറന്നിട്ടില്ല, പിന്നെ എങ്ങനെ എൻ്റെ കൈകളിൽ ആ പണം ഉണ്ടാവും, മര്യാദക്ക് നിങ്ങൾ രണ്ടുപേരും എന്നോട് ഉടായ്പ നടത്താൻ നിൽക്കണ്ട, എൻ്റെ അടുത്ത് ഉടായ്പ നടത്തിയ ഒരിക്കലത് നടക്കില്ല. ഞാൻ പറഞ്ഞല്ലോ, അതിൽ നിന്ന് 2 ലക്ഷം രൂപ എനിക്ക് നിങ്ങൾ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും തന്നിരിക്കണം, അല്ലെങ്കിൽ മുരുകൻ്റെ സ്വഭാവം മാറും. അത് കേൾക്കുന്ന സുശീല പറയണം, എൻ്റെ മുരുക ആ ബാഗിൽ പണമില്ല, നീ എടുത്തിട്ടുണ്ടെങ്കിൽ പറയും, ദേ ആൻറ്റി എൻ്റെ സ്വഭാവം നിങ്ങൾ മാറ്റണ്ട, നിങ്ങൾ 2 സ്ത്രീകളെയും ഞാൻ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് അഴിയെണ്ണിപ്പിക്കും, വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ നിൽക്കണ്ട, അതിലെ ഷിബ് ഞാൻ തൊട്ടിട്ട് പോലുമില്ല, ആ ബാഗ് എടുത്തതും നിങ്ങളുടെ കയ്യിൽ കൊണ്ടുവന്നതും അങ്ങനെയാണ് സംഭവിച്ചതെന്ന് പറയാനിട്ടോ. ഇതേ സമയം സുശീലക്കും ഹർഷക്കും ഒന്നും മിണ്ടാൻ കഴിയുന്നില്ല. അങ്ങനെ അവരാകെ പെട്ടിരിക്കുകയാണ്. തനിക്ക് പറ്റിയ അമളിയോർത്ത് രണ്ടുപേരും ആകെ പകച്ചു നിൽക്കുകയാണ്. ഇതേ സമയമാണെങ്കിലോ ഇപ്പുറത്ത് സുശീല ഇനി എന്താ ചെയ്യാന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ ഹർഷ പറയണേ, എൻ്റെ ആൻറ്റി ഈ ബാഗ് പെട്ടെന്ന് ഇവിടെ നിന്ന് മാറ്റാൻ നോക്കുക, ഇവിടെ എന്തോ സംഭവിച്ചിരിക്കുന്നു, നമുക്കിനി അറിയേണ്ടത് അനന്തമാഷി നമ്മളെ ചതിച്ചിരിക്കുകയാണോ അതോ ഈ മുരുകനാണോ ചതിച്ചിരിക്കുന്നത് എന്നാണ്. ഈ അനന്തമാഷിൻ്റെ വീട്ടിലെ രജിസ്ട്രേഷൻ നടന്നിട്ടുണ്ടോ എന്നുള്ളതൊക്കെയാണ് അറിയേണ്ടത്. അറിയണല്ലോ, അതിനിപ്പോൾ എന്താ വഴിയൊക്കെ ഉണ്ട്. എന്തായാലും ആൻറ്റി ഈ ബാഗ് എടുത്ത് വെച്ച്, അല്ലെങ്കിൽ ഈ ബാഗിൻ്റെ പിറകെ ആയിരിക്കും അടുത്ത നൂലാമാല വരിക, അതിന് നല്ലത് ഈ ബാഗ് എടുത്ത് വെക്കുക. ഇത് ഒളിപ്പിക്കാൻ പറ്റിയ സ്ഥലം ഏതാണ്? ഒളിപ്പിക്കാൻ പറ്റിയ സ്ഥലം നമ്മുടെ ഇന്ദ്രൻ്റെ റൂം തന്നെയാണ് ഒളിപ്പിക്കാൻ നല്ലത് എന്ന് പറഞ്ഞിട്ട് ബാഗിലെ എല്ലാ സാധനങ്ങളും അതിനുള്ളിലോട്ട് തള്ളി വിട്ടിട്ട് അങ്ങേരുടെ ഒരു കുപ്പിയും അങ്ങേരുടെ ഒരു പുസ്തകവും എന്നൊക്കെ പറഞ്ഞ ബാഗിൻ്റെ ആ ഒരു കളിയുടെ ഉള്ളിലോട്ട് എല്ലാം തള്ളിയിട്ട് ഇന്ദ്രൻ്റെ കട്ടിനടിയിലോട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ കട്ടിനടിയിൽ വെക്കുമ്പോൾ അവിടെ ഒരു സാധനം കാണിക്കുന്നുണ്ട്. അങ്ങനെ ഈ കട്ടിനടിയിലോട്ട് ഫുള്ളായി വെച്ചതിന് ശേഷം ഇവർ ഇനി എന്താ ചെയ്യുക എന്നുള്ള ആ ഒരു ഇതോടുകൂടി നിൽക്കുകയാണ് കേട്ടോ. എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ അനന്തമാഷിനെ കാണാത്തത് കൊണ്ട് തന്നെ രജിസ്ട്രേഷന് അടുത്ത ആളില്ല. അതുകൊണ്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്ന് ആ ഒരു സ്റ്റാഫ് വന്ന്
പറയുമ്പോൾ എന്താ ചെയ്യുക, അങ്ങേരെ അച്ഛെങ്കിലും ഫോണ് വിളിച്ചിട്ട് എടുക്കുന്നില്ല എന്നിങ്ങനെ വിജയം പറയുമ്പോൾ രഘു പറയാണ് അമ്പിളിയെയും ഈ പറയുന്ന ദയ അവിടെ കൊണ്ടാക്കിയിട്ടാണ് വരുന്നതെന്ന് പറയുന്നുണ്ട് എന്ന് പറയാനായിട്ടാ. പിന്നീട് അനന്തമാഷ് ഇങ്ങനെ ഓട്ടോയിൽ വന്നിറങ്ങുന്ന ആ ഒരു സീനാണ് കാണിക്കുന്നത്. അപ്പോൾ അനന്തമാഷിൻ്റെ കയ്യിലൊരു സഞ്ചിയുണ്ട്. ആ സഞ്ചിയോട് കൂടിയിട്ടാണ് കേട്ടോ ഇറങ്ങുന്നത്. എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ വിനയനും ദാസും ശബരിയെ കാണാൻ വേണ്ടി പോയിരിക്കുകയാണ്. അപ്പോൾ രാമനാഥനും ഉണ്ട്. ശബരി നീ വിചാരിക്കുന്നത് പോലെയില്ല, നീ പറഞ്ഞ ന്യായങ്ങളൊന്നും എന്തായാലും വില പോവില്ല. കാരണം ദയയെ ഇനി ഈ വീട്ടിലോട്ട് കൊണ്ടുവരികയായിരിക്കും ഏറ്റവും ബെറ്റർ. ദയ ഇൻഷുറൻസ് തുക തിരിച്ചു നൽകി കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ ഒരുപാട് നൂലാമാലകളുണ്ട്. ആ നൂലാമാലകളിൽ ഒരുപക്ഷെ ദയ ഒരു മെൻ്റൽ പേഷ്യൻ്റ് എന്നുള്ളത് നാട് മുഴുവൻ അറിയേണ്ടി വരും. അതിൻ്റെ പിറകെ പല കേസുകളും വരും. അപ്പോൾ നീയാണ് തീരുമാനം എടുക്കേണ്ടത്. നീ നല്ലൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും ഈ പ്രശ്നത്തിനൊരു പരിഹാരമായി. ആ ഒരു ഒപ്പിട്ട് ആ പണം വാങ്ങി എന്നുള്ളതിന് ഇനി എന്തായാലും നീ വില കൊടുക്കേണ്ട എന്നൊക്കെ പറയുമ്പോൾ അതങ്ങ് അംഗീകരിക്കാൻ ശബരിക്ക് കഴിയുന്നില്ല. അപ്പോൾ രാമനാഥൻ പറയണം, മോനെ നമ്മുടെ ദയെ ഇനിയൊരു മെൻ്റൽ പേഷ്യൻ്റ് ആക്കി മുദ്ര കുത്തുന്നതിനേക്കാൾ നല്ലത് നീ വെച്ച ആ ഉപാധികൾ അങ്ങ് പിന്നോട്ട് നീക്കിയേക്കുക, അതായിരിക്കും ഏറ്റവും നല്ലതെന്ന് പറയുമ്പോൾ അനിത ചായ കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ അനിത എല്ലാവർക്കും ചായ കൊണ്ടുവരുമ്പോഴും ശബരിക്ക് ഒരു ഉത്തരം നൽകാൻ കഴിയുന്നില്ല. അപ്പോൾ ഉടൻ തന്നെ രാമനാഥൻ പറയണേ, മോനെ നീ ഈ ഉപാധിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ കുടുംബം തകരും എന്നുള്ളത് ഉറപ്പാണ്. നമ്മുടെ കുടുംബം തകരാൻ ദയെന്തായാലും തകരാതിരിക്കാൻ ഈ ദയെന്തായാലും ഈ വീട്ടിലോട്ട് എത്തണം, അത് ആവശ്യമാണെന്ന് പറയുമ്പോൾ ശബരിയെ ഇങ്ങനെ അനിത തുറിച്ച് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശബരിയാണെങ്കിലോ അനിത പറഞ്ഞ ആ കാര്യം ഇങ്ങനെ ഓർക്കണം. അതായത് ഇനി ദയ ഈ വീട്ടിലോട്ട് വന്നില്ലെങ്കിൽ 2 ദിവസം, ആ 2 ദിവസത്തിനുള്ളിൽ ദയ ഈ വീട്ടിലോട്ട് വന്നില്ലെങ്കിൽ ദയയില്ലാത്തത് കൊണ്ട് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്ന എനിക്ക് ഇനി ഈ വീട്ടിൽ സമാധാനം കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണം. ദയ എന്തായാലും 2 ദിവസത്തിനുള്ളിൽ ഈ വീട്ടിൽ വന്നില്ലെങ്കിൽ ഞാൻ എന്തായാലും തിരികെ പോകുമെന്ന് പറയുന്ന ആ ഒരു വാക്കുണ്ടല്ലോ, അത് ഓർമ്മയിൽ വരികയാണ് കേട്ടോ. ഇതിനു ശേഷമാണ് ഈ അനന്തമാഷി ഈ ബാഗുമായി വരുന്ന ആ ഒരു സീന് കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ളത് ഇനി എന്തായാലും നാളത്തെ എപ്പിസോഡിൽ കാണിക്കാൻ പോവുകയാണ്. അപ്പോൾ സുശീലയ്ക്കും ഹർഷയ്ക്കും വമ്പൻ തിരിച്ചടിയാണ് കിട്ടിയിരിക്കുന്നത്. രണ്ടുപേരെയും വിഡ്ഢികളാക്കിയും കൊണ്ട് തന്നെ അനന്തമാഷി അനുപമക്ക് രജിസ്ട്രേഷൻ ചെയ്യുന്ന ആ കിടുക്കൻ സീനാണ് കേട്ടോ നാളെ നമുക്ക് മുന്നിൽ കാണാനിരിക്കുന്നത്.